ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഈ മോഡ്യൂൾ 3-ലെ സെക്ഷൻ ബിയിൽ വരുന്ന പെഡിഗ്രി അനാലിസിസ് എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. ഈ പെഡിഗ്രി അനാലിസിസ് ഒക്കെ നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ള ടേം ആയിരിക്കും. പ്രത്യേകിച്ചും ഡോഗ് ബ്രീഡിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് പെഡിഗ്രി, നല്ല പെഡിഗ്രി ഉള്ളത് എന്നൊക്കെയുള്ള രീതിയിൽ കേട്ടിട്ടുണ്ടാവും. ശരിക്കും പെഡിഗ്രി അനാലിസിസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫാമിലി ട്രീ പോലെ, അതല്ലെങ്കിൽ ഒരു ചാർട്ട് പോലെ നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്യാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ടുള്ള ജനറ്റിസിസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്യും. അതെങ്ങനെ പ്രിപ്പയർ ചെയ്യും? ഒരു ഫാമിലി, ആ ഫാമിലിയിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു ട്രീ പോലെ വരയ്ക്കും. അപ്പോൾ അതിലെന്താണ് ശരിക്കും അവർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പർട്ടിക്കുലർ ജീൻ, ചിലപ്പം ആദ്യം ഡോക്ടറിനെ വന്ന് അല്ലെങ്കിൽ ജനറ്റിസിസ്റ്റിനെ വന്ന് കണ്ട ഒരാൾക്ക് ഏതെങ്കിലും ഒരു സിൻഡ്രോമോ വല്ലതും ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇവരുടെ ഫാമിലിയിൽ ഇതിൻ്റെ ഒരു ഇൻഹെറിറ്റൻസ് വന്നതെന്നറിയാൻ എല്ലാ മെമ്പേഴ്സിനെയും കൂടി ചേർത്ത് ഇങ്ങനെ കണക്ട് ചെയ്ത് ഒരു ട്രീ, ഒരു ആദ്യത്തെ കപ്പിൾ ഇതായിരുന്നു, അവരുടെ മക്കൾ ഇതാണ്, അവരുടെ മക്കൾ പിന്നെ ഇങ്ങനെ, അങ്ങനെ ഓരോരുത്തരുടെയും ജനറേഷൻ ഇങ്ങനെ ആരൊക്കെയാണ് നമ്മൾ കാണിക്കുന്നതിനെയാണ് നമ്മൾ പെഡിഗ്രി അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഓരോ ജീൻസും എങ്ങനെ പാരൻറ്റിൽ നിന്നും അടുത്ത ഓഫ് സ്പ്രിങ്സിലേക്ക് പോയി, അല്ലെങ്കിൽ ഓരോ ജനറേഷനിലേക്ക് എങ്ങനെയാണ് ഓരോ ജീൻസുകളും പോകുന്നത്. ചില സമയത്തൊക്കെ ചില ഡിസീസൊക്കെ ചിലർ നമുക്ക് ഈ കഴിഞ്ഞ തലമുറയിൽ ആർക്കും ഉണ്ടായിരുന്നില്ല, പിന്നെ ഈ തലമുറയിൽ ഇങ്ങനെ വന്നു എന്നൊക്കെ പറയാം. പക്ഷേ അത് ഒരു 3-4 തലമുറ പുറകോട്ട് ചിന്തിച്ച് അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുമ്പോഴായിരിക്കും അന്ന് ആർക്കോ ഇതേപോലൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, ഈ ഒരു ഡിസോർഡറൊക്കെ ഉണ്ടായിരുന്നു, പിന്നീട് അത് ഇത്ര തലമുറ കഴിഞ്ഞപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ ചില ഫാമിലിയിലൊക്കെ അതുവരെ ആർക്കും റീസെൻ്റായിട്ട് കാണാത്ത ചില എബിലിറ്റീസൊക്കെ ഉള്ളതായിട്ട്, ചില കഴിവുകൾ പ്രത്യേകമായിട്ടുള്ളത് അങ്ങനെയൊക്കെ കാണാറുണ്ട്. അതും നമ്മൾ ഒരുപാട് തലമുറ പുറകോട്ട് നോക്കിയാൽ അതേപോലത്തെ ആളുകൾ അന്ന് ജീവിച്ചിരുന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ജീൻ അവിടെ സൈലൻ്റായിട്ട് ഇരുന്നതാണ്, സാഹചര്യം ഒത്തു വന്നപ്പോൾ അത് എക്സ്പ്രസ് ചെയ്തു എന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിലൊക്കെ ചെയ്യുന്നത് ആ ഒരു ഫാമിലി ട്രീ അല്ലെങ്കിൽ ഒരു ചാർട്ട് പോലെ എല്ലാ മെമ്പേഴ്സിനെയും ഇൻക്ലൂഡ് ചെയ്ത്, ഒരു ഫാമിലിയിൽ എല്ലാ മെമ്പേഴ്സിനെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ വരയ്ക്കുന്നതിനെയാണ് നമ്മൾ, അത് വെച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ജീൻ ഇൻഹെറിറ്റൻസിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതിനെയാണ് നമ്മൾ പെഡിഗ്രി അനാലിസിസ് എന്ന് പറയുന്നത്. പിന്നെ അപ്പം നമുക്ക് അറിയാൻ പറ്റും ചില ഫാമിലിയിൽ ഇന്ന ആളുകളൊക്കെ ക്യാരിയേഴ്സ് ആയിരുന്നു, അതുകൊണ്ടാണ് അവരുടെ അടുത്ത തലമുറയിലേക്ക് ആ ജീൻ വന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരു ഫാമിലി ഹിസ്റ്ററി ഉള്ള ഒരു ഫാമിലിയിൽ അടുത്ത മാരേജ് എന്ന് പറയുമ്പം ഇങ്ങനെ ഒരു റിസ്ക് ഉണ്ട് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ നമുക്ക് കൗൺസിലിങ്ങിൻ്റെ സമയത്തൊക്കെ ഹെൽപ്ഫുള്ളാണ്. അപ്പം ഒരു ഒറ്റ വാക്കിലൊക്കെ പറയുവാണെങ്കിൽ ഈ സ്ക്രൂട്ടണി ഓഫ് റെക്കോർഡ്സ് ഓഫ് മീറ്റിങ്സ്, അതായത് പല തലമുറയിലെ കപ്പിൾസിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. ഇന്ന ആളുകൾക്ക് ഉണ്ടായ മക്കൾ ഇത്ര പേര്, ആ മക്കളുടെ മാരേജ് കഴിഞ്ഞത് ആരുമായിട്ടാണ്, അവർക്കുണ്ടായ മക്കൾ ആരൊക്കെയാണ്, ആ രീതിയിൽ നമ്മൾ കണക്ട് ചെയ്ത് പോവാണ്. അപ്പം ഈ സ്ക്രൂട്ടണി ഓഫ് റെക്കോർഡ്സ് ഓഫ് മീറ്റിങ്സ് ഇൻ എ ഫാമിലി ഈസ് നോൺ ആസ് പെഡിഗ്രി അനാലിസിസ്. ഇപ്പോൾ ആദ്യം ജനറ്റിസിസ്റ്റിൻ്റെ അടുത്ത് ചെന്ന ഒരാളുണ്ടാവുമല്ലോ, ആ ആളിനെ നമ്മൾ പ്രൊപ്പോസിറ്റസ് എന്നാണ് പറയുക. ദ മെമ്പർ ഓഫ് എ ഫാമിലി ഹു ഫസ്റ്റ് കംസ് ടു meet the geneticist is known as the പ്രൊപ്പോസിറ്റസ്. അപ്പോൾ അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു എക്സെപ്ഷണൽ ഒരു ഫിനോടൈപ്പിക് ക്യാരക്ടർ, ഒരു ഡിസോർഡർ പോലെ എന്തെങ്കിലും ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു ഡിസോർഡർ വന്നത് എന്തുകൊണ്ടാണ് എന്ന് ഈ ജനറ്റിസിസ്റ്റ്, അതായത് ഇൻവെസ്റ്റിഗേറ്ററിന് ട്രേസ് ചെയ്യണം. അതിന് അദ്ദേഹത്തിന് എന്ത് വേണം? ആ ഫാമിലിയിലെ മുഴുവൻ ആളുകളെക്കുറിച്ചുള്ള ഡേറ്റയും വേണം. അങ്ങനെയാണ് അദ്ദേഹം ഫാമിലി ട്രീ അല്ലെങ്കിൽ പെഡിഗ്രി ചാർട്ട് പ്രിപ്പയർ ചെയ്യണത്. അപ്പം ഇങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ഓരോ തലമുറയിലും എങ്ങനെ ജീൻസ് ഇൻഹെറിറ്റ് ചെയ്തു ഇനി നമുക്ക് പ്രഡിക്ഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഏതെങ്കിലും പർട്ടിക്കുലർ ഡിസോർഡർ ഇങ്ങനെ അടുത്ത തലമുറയിലേക്ക് പോകുമോ എന്നുള്ളതൊക്കെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനത്തെ മാരേജസ് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് കുട്ടികൾ വേണോ വേണ്ടയോ എന്നുള്ളത് അവർക്ക് ഡിസൈഡ് ചെയ്യാം, ആ രീതിയിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ബ്രീഡിങ് എക്സ്പെരിമെൻറ്റ്സ് ആനിമൽസിൻ്റെ കേസിൽ നല്ല പെഡിഗ്രി ഉള്ള നല്ല ക്യാരക്ടേഴ്സ് ഉള്ള ഡോഗ്സിനെ തമ്മിൽ ബ്രീഡ് ചെയ്യിപ്പിക്കുക, പുതിയ നല്ല ഡിസീസ് റെസിസ്റ്റൻറ്റ് വെറൈറ്റി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയും ഉപയോഗിക്കുന്നുണ്ട്. പെഡിഗ്രി അനാലിസിസിൻ്റെ ഒരു ആപ്ലിക്കേഷൻ അതൊക്കെയാണ്. ഓക്കെ, ഒരു പെഡിഗ്രി ചാർട്ടിൽ നമ്മൾ ആരുടെയും പേരോ പിക്ചറോ ഒന്നും വെച്ചിട്ടല്ല ആ ചാർട്ട് പ്രിപ്പയർ ചെയ്യുക. അതിന് നമ്മൾ കുറച്ച് സിമ്പിൾസാണ് യൂസ് ചെയ്യുക. ഇതുപോലെ ഒരു സ്ക്വയർ ആണെങ്കിൽ അത് മെയിൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇനി ഒരു സർക്കിളായിട്ടാണെങ്കിൽ അത് ഫീമെയിലാണ്. അത് തന്നെ ഇതുപോലെ ബ്ലാക്ക് ഷെയ്ഡിലാണെങ്കിൽ അഫക്റ്റഡ് ആയിട്ടുള്ള മെയിലും അഫക്റ്റഡ് ആയിട്ടുള്ള ഫീമെയിൽ എന്നുള്ള രീതിയിലാണ്. പിന്നെ ഇത് ക്രോസിങ്ങിനെ കാണിക്കുന്നു, അല്ലെങ്കിൽ മാരേജിനെ കാണിക്കുന്നു. പിന്നെ ഇത് ഒരു തലമുറ, അവരുടെ മക്കൾ. പിന്നെ ഡൈസൈഗോട്ടിക് ട്വിൻസ് ആണെങ്കിൽ, മോണോസൈഗോട്ടിക് ട്വിൻസ് ഇത് മെയിലാണെങ്കിൽ, ഫീമെയിൽ ആണെങ്കിൽ സർക്കിൾ ഷേപ്പിലിരിക്കും. അങ്ങനെ ഓരോന്നിനും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ക്യാരിയർ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അതിന് ഇതുപോലെ നടുക്കൊരു സ്പോട്ട് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് യൂഷ്വലി നമുക്ക് പല സിമ്പിൾസ് വെച്ചിട്ട് ഒരു ഫാമിലി ചാർട്ടിൽ റെപ്രസെൻ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അത് നമുക്കിത് നിങ്ങളൊരു PG എൻട്രൻസ് എക്സാമിന് പോകുമ്പോഴോ അല്ലെങ്കിൽ CSIR UGC JRF നെറ്റ് എക്സാം എഴുതുമ്പോഴോ ഒക്കെ ഈ ഒരു രീതിയിലൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടാവും.
അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ക്രോസ് കാണിച്ചിട്ട് ഇത് ഏതാണ് എന്നിങ്ങനെ ഓപ്ഷൻ ചോദിക്കും. ഇസ് ഇറ്റ് ബിക്കോസ് ഓഫ് ഓട്ടോസോമൽ ഡോമിനൻറ്റ്, ഓട്ടോസോമൽ റെസസീവ്, എക്സ് ലിങ്ക്ഡ് ഡോമിനൻറ്റ്, എക്സ് ലിങ്ക്ഡ് റെസസീവ്, ഇതിലേതാണ് ഈ അസുഖം ഉണ്ടാക്കുന്ന ജീനിൻ്റെ ഒരു രീതി എന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ഇവിടെ നമുക്ക് അഫക്റ്റഡ് ആയിട്ടുള്ളൊരു ഫീമെയിലും മെയിലുമാണ് പാരൻസ് എന്ന് പറയുന്നത്. അവർക്കുണ്ടായിട്ടുള്ള കുട്ടികളിൽ മകന് അസുഖമുണ്ട്, മകൾക്ക് അസുഖമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ കണ്ടോ, ഇത് ഒരിക്കലും റെസസീവ് ആവാൻ ഒരു ചാൻസും ഇല്ല. കാരണം രണ്ട് അഫക്റ്റഡ് ആയിട്ടുള്ള പാരൻസിന് ഒരിക്കലും അൺഅഫക്റ്റഡ് ആയിട്ടുള്ളൊരു പെൺകുട്ടി ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത് ആൺകുട്ടിയോ പെൺകുട്ടിയോ അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവില്ല. രണ്ടുപേരും പിന്നെ ഈ പറഞ്ഞ പോലെ റെസസീവ് കണ്ടീഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ അപ്പോൾ അത് ശരിക്കും ഓട്ടോസോമിലുള്ള ഏതോ ഒരു ഡൊമിനൻ്റ് ആയിട്ടുള്ളൊരു ജീൻ കാരണമാണ് ഈ കുട്ടിക്ക് അസുഖമില്ലാതെ വന്നത്. അപ്പോൾ ഒരിക്കലും ഈ ഒരു അസുഖത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് സെക്സ് ക്രോമസോംസുമായിട്ട് ബന്ധമൊന്നുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഈ അമ്മയുടെ അടുത്തുനിന്ന് ഒരു എക്സ് ക്രോമസോമും ഈ അച്ഛൻ്റെ അടുത്തുനിന്ന് ഒരു എക്സ് ക്രോമസോമും കിട്ടിയിട്ടുള്ള കുട്ടി, ആ കുട്ടിക്ക് എന്തുണ്ടാവണമായിരുന്നു, ആ അസുഖം ഉണ്ടാവണമായിരുന്നു. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഈ രണ്ടുപേരും അഫക്റ്റഡ് ആണെങ്കിൽ അവർക്ക് ഒരിക്കലും ഒരു അസുഖം ഇല്ലാത്തൊരു കുട്ടി ഉണ്ടാവില്ല. അതുകൊണ്ട് അത് സെക്സ് ക്രോമസോം റിലേറ്റഡ് അല്ല, അത് ഓട്ടോസോം ഡൊമിനൻ്റ് ആയിട്ടുള്ളൊരു ജീൻ കാരണമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ജീൻ വന്നാലും മതി അതിന് അസുഖം ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ. അപ്പോൾ രണ്ടെണ്ണം ഒരുമിച്ച് വരുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിന് എന്തായാലും അസുഖം ഉണ്ടാക്കും. ഇപ്പോൾ ഹെട്രോസൈഗസ് കണ്ടീഷനിലാണ് ഇരിക്കുന്നതെങ്കിലും അതിന് അസുഖം ഉണ്ടാക്കാനുള്ള കഴിവുണ്ടാവില്ല. ആ രീതിയിലുള്ള കാര്യങ്ങൾ പറയാം. ഓക്കെ, ഇത് കണ്ടോ, ഇതേപോലെയുള്ള ചാർട്ട്സ് ഒക്കെ തന്നിട്ട് നമ്മളോട് ഇത് ഈ അസുഖത്തിന് കാരണമായിട്ടുള്ള ജീൻ എങ്ങനെ ഏത് രീതിയിലുള്ളതാണ്, ഓട്ടോസോമൽ ഡോമിനൻറ്റ്, ഓട്ടോസോമൽ റെസസീവ്, എക്സ് ലിങ്ക്ഡ് ഡോമിനൻറ്റ്, എക്സ് ലിങ്ക്ഡ് റെസസീവ്, ഇതൊക്കെ നമ്മളോട് ഏതെങ്കിലും ഒരു എൻട്രൻസ് എക്സാമിനൊക്കെ പോകുമ്പോഴോ അതുപോലെ CSIR UGC JRF നെറ്റ് എക്സാമിനൊക്കെ പോകുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഈ രീതിയിലുള്ളതുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾക്കിങ്ങനൊരു പെയർ തന്നിരിക്കുകയാണ്. ഇത് അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു മെയിലും അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീമെയിലുമാണ്. അപ്പം ഇവർക്ക് ഉണ്ടായിട്ടുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ ഒരു ആൺകുട്ടിയുള്ളത് അവരുടെ മകന് അസുഖമുണ്ട്, മകൾക്ക് അസുഖമില്ല. അപ്പം നമുക്ക് ഉറപ്പായിട്ടും പറയാം ഈ ജീൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു റെസസീവ് ആവാനുള്ള സാധ്യതയില്ല. കാരണം രണ്ട് അഫക്റ്റഡ് ആയിട്ടുള്ള അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവുന്ന കുട്ടികൾ എല്ലാവരും തന്നെ അഫക്റ്റഡ് ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും റെസസീവ് ആവാനുള്ള ഒരു ചാൻസ് ഇല്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും, ഇത് അവരുടെ സെക്സ് ക്രോമസോം ലിങ്ക്ഡ് വന്നിട്ടുള്ള ഒരു ജീനല്ല. കാരണം ഇവിടെ നിന്ന് അച്ഛൻ്റെ അടുത്തുനിന്ന് ഒരു എക്സ് ക്രോമസോമും അമ്മയുടെ അടുത്തുനിന്ന് ഒരു എക്സ് ക്രോമസോമും വന്നിട്ടുള്ളതാണ് ഈ പെൺകുട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ക്രോമസോമിലും ഈ പറഞ്ഞ പോലെ ഈ റെസസീവ് കണ്ടീഷനിലായിരുന്നുവെങ്കിൽ ഈ പെൺകുട്ടിയും അസുഖമുള്ള ആളായേനെ. പക്ഷേ അതുകൊണ്ട് തന്നെ ഇത് സെക്സ് ക്രോമസോം വഴിയല്ല, ഇത് ഓട്ടോസോം വഴിയാണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾക്ക് എന്തായാലും ഈ പരീക്ഷയ്ക്ക് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ ഒന്ന് പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രം. ഇനി ഇങ്ങനൊരു ക്രോസ് തന്നേക്കാണ് നോക്കിയേ. ഇവിടെ അച്ഛനും അമ്മയ്ക്കും പാരൻസിന് ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല, പക്ഷേ അവർക്ക് ഉണ്ടായിട്ടുള്ള മകൾക്ക് അസുഖമുള്ളൊരവസ്ഥയിലാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ്? അതൊരിക്കലും ഡൊമിനൻ്റ് ആയിട്ടുള്ളൊരു കണ്ടീഷൻ കൊണ്ടായിരിക്കണമെന്നില്ല. കാരണം ഇത് രണ്ടുപേരും അൺഅഫക്റ്റഡ് ആയിട്ടുള്ള പേരൻസ് ആണ്. അപ്പോൾ ഈ അമ്മയുടെ അടുത്തു നിന്നൊരു എക്സ് ക്രോമസോമും അച്ഛൻ്റെ അടുത്തു നിന്നൊരു എക്സ് ക്രോമസോമും കിട്ടിയിട്ടുള്ള ഈ പെൺകുട്ടിക്ക് ഈ അസുഖം വരണമെങ്കിൽ അത് റെസസീവ് കണ്ടീഷനിലുള്ളതായിരിക്കണം. അതുകൊണ്ടാണ് അത് എക്സ്പ്രസ് ചെയ്തത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് എക്സ് ലിങ്ക്ഡ് ഡോമിനൻ്റ് ആയിട്ടുള്ള കണ്ടീഷനാണ്. ഇത് നോക്കൂ, ഇവിടെ ഒരു അഫക്റ്റഡ് ആയിട്ടുള്ളൊരു മുത്തശ്ശി എന്ന് വേണേൽ പറയാം അല്ലേ. ഇത് നോർമലായിട്ടുള്ള ഒരു മുത്തശ്ശൻ, ആ രീതിയിലുള്ളൊരു പെയർ. അപ്പോൾ ഇവർക്ക് ഒരു മകനേ ഉള്ളൂ. ആ മകൻ എന്തുണ്ട്, അസുഖമുണ്ട്. അപ്പം ഈ അമ്മ എന്ന് പറയുന്നത് XX-ഉം അച്ഛൻ XY-ഉം ആണ്. അപ്പോൾ ഈ അഫക്റ്റഡ് ആയിട്ടുള്ള മകന് കിട്ടിയിട്ടുള്ള ജീൻസ് ക്രോമസോംസ് ഏതൊക്കെയാണ്? അമ്മയുടെ അടുത്തുനിന്ന് ഒരു എക്സ് ക്രോമസോമും അച്ഛൻ്റെ അടുത്തുനിന്ന് ഒരു Y ക്രോമസോമുമാണ് വന്നിട്ടുള്ളത്. എന്നിട്ട് ഈ നോർമലായിട്ട് ഈ അഫക്റ്റഡ് ആയിട്ടുള്ള ഈ മെയിലിനെ കല്യാണം കഴിപ്പിച്ചത് ഒരു നോർമലായിട്ടുള്ള ഒരു ഫീമെയിലാണ്. അങ്ങനെ ഇരിക്കെ ഇവർക്കുണ്ടായിട്ടുള്ള പിന്നത്തെ തലമുറ നോക്കുകയാണെങ്കിൽ അവിടുത്തെ മെയിൽസ് എല്ലാം തന്നെ നോർമലാണ്. ഈ സ്ക്വയർ ആയിട്ട് കാണിക്കുന്ന മെയിൽസ് എല്ലാം നോർമലാണ്. പക്ഷേ ഈ ഫീമെയിലായിട്ട് കാണിച്ചിരിക്കുന്ന സർക്കിൾ ഷേപ്പിൽ കാണിച്ചിരിക്കുന്ന അവരുടെ പെൺമക്കൾ എല്ലാവരും തന്നെ അഫക്റ്റഡ് ആണ് എന്നുള്ളതാണ്. അപ്പം നമുക്ക് പറയാൻ പറ്റും ഇവിടെ ഈ പെൺകുട്ടികൾ എന്ന് പറയുന്ന ആളുകളുടെ ക്രോമസോം എങ്ങനെയാണ്, XX എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഈ ആൺകുട്ടികൾക്കെല്ലാം XY ആണ്. അപ്പോൾ അച്ഛൻ്റെ അടുത്തുനിന്ന് Y ക്രോമസോമും കിട്ടിയിട്ടുണ്ട്, അമ്മയുടെ അടുത്തുനിന്ന് X ക്രോമസോമും കിട്ടിയിട്ടുണ്ട്. ഈ പെൺകുട്ടികൾക്കോ അച്ഛൻ്റെ അടുത്തുനിന്നും X ക്രോമസോം കിട്ടിയിട്ടുണ്ട്, അമ്മയുടെ അടുത്തുനിന്നും X ക്രോമസോം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇവിടെ അഫക്റ്റഡ് ആയിട്ടുള്ള ഡോട്ടേഴ്സ്, ഈ പറയുന്ന അഫക്റ്റഡ് ആയിട്ടുള്ള
അച്ഛൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ള എക്സ് ക്രോമസോം കിട്ടിയ മക്കളാണ് ഇവരെല്ലാവരും തന്നെ, അല്ലേ? അമ്മയുടെ അടുത്തു നിന്നുള്ള എക്സ് ക്രോമസോം എന്ന് പറയുന്നത് അവിടെ അതിന് റോളില്ല. കാരണം അച്ഛൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ള എക്സ് ക്രോമസോം കിട്ടിയവരൊക്കെയാണ് ഇവിടെ ആരായി മാറിയത്, അഫക്റ്റഡ് ആയിട്ടുള്ള ഫീമെയിൽസ് ആയിട്ട് മാറിയത്. പക്ഷേ ഇവർക്ക് എന്തുകൊണ്ട് അസുഖം വന്നില്ല? ഇവർക്ക് അച്ഛൻ്റെ അടുത്ത് നിന്ന് വൈ ക്രോമസോമേ കിട്ടിയിട്ടുള്ളൂ, അമ്മയുടെ അടുത്ത് നിന്ന് എക്സ് ക്രോമസോം കിട്ടിയിട്ടുണ്ട്, അല്ലേ? അപ്പം നമുക്ക് പറയാം ഈ പെൺകുട്ടികൾക്കൊക്കെ ഈ അസുഖം വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ അച്ഛൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ള എക്സ് ക്രോമസോമാണ്. ഈ അച്ഛൻ ഈ എക്സ് ക്രോമസോം എവിടെ നിന്നാണ് കിട്ടിയത്? അഫക്റ്റഡ് ആയിട്ടുള്ള ആ അച്ഛൻ്റെ അമ്മ, അല്ലേ? ആ എക്സ് ക്രോമസോം എന്ന് പറഞ്ഞാൽ മുത്തശ്ശിയുടെ അടുത്ത് നിന്നാണ് ഈ അച്ഛനത് കിട്ടിയത്. അത് ആ അച്ഛൻ അത് അച്ഛൻ്റെ പെൺമക്കളിലേക്കാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആൺകുട്ടികൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കാരണം ഇവിടുത്തെ മുത്തശ്ശൻ എന്ന് പറയുന്ന ആളുടെ വൈ ക്രോമസോമാണ് ഈ അച്ഛൻ്റെ അടുത്തിരിക്കുന്നത്. അതാണ് ഈ ആൺകുട്ടികൾക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് അവരെല്ലാം തന്നെ നോർമലാണ് എന്നുള്ള രീതിയിൽ. ഇനി എക്സ് ലിങ്ക്ഡ് റിസസീവ് എന്ന് പറയുന്നൊരു കണ്ടീഷനിൽ ഇവിടെ നോർമൽ ആയിട്ടുള്ളൊരു മുത്തശ്ശി, അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു മുത്തശ്ശൻ എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുക. അപ്പോൾ ഇവരുടെ മാരേജ് കഴിഞ്ഞിട്ട് ഇവർക്ക് ഒരു മകളാണ് ഉണ്ടായിട്ടുള്ളത്. ആ മകൾക്ക് അസുഖം ഉള്ളതാണ്. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. ഇവിടെ എക്സ് ആൻഡ് എക്സ്, ഇവിടെ എക്സ് ആൻഡ് വൈ. ഈ കുട്ടി എന്ന് പറയുന്നത് അച്ഛൻ്റെ അടുത്തുനിന്ന് എക്സ് കിട്ടിയിട്ടുണ്ട്, അമ്മയുടെ അടുത്തുനിന്ന് എക്സ് കിട്ടിയിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഈ പറയുന്ന അഫക്റ്റഡ് ആയിട്ടുള്ള ഫീമെയിലിനെ മാരേജ് ചെയ്തിരിക്കുന്നത് ഒരു നോർമൽ ആയിട്ടുള്ളൊരു മെയിലാണ്. ഇവർക്കുണ്ടായിട്ടുള്ള അടുത്ത തലമുറ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ മെയിൽസ് എല്ലാം തന്നെ അഫക്റ്റഡ് ആണ്, ഫീമെയിൽസ് എല്ലാം നോർമലാണ്. അപ്പം നോക്കിക്കേ, അഫക്റ്റഡ് ആയിട്ടുള്ള സൺസ് ഫ്രം ആൻ അഫക്റ്റഡ് മദർ സജസ്റ്റ് ദാറ്റ് ഇറ്റ്സ് എൻ എക്സ് ലിങ്ക്ഡ് റിസസീവ് ജീൻ. അതെങ്ങനെയാണ്? ഈ അഫക്റ്റഡ് ആയിട്ടുള്ള സൺ എന്ന് പറയുമ്പോൾ ആ കിട്ടിയിരിക്കുന്ന എക്സ് ക്രോമസോം എന്ന് പറയുന്നത് ഈ അമ്മയുടെ അടുത്തു നിന്നാണ്. അപ്പം ആ അമ്മയുടെ അടുത്തു നിന്ന് കിട്ടിയ എക്സ് ക്രോമസോം ഈ അമ്മയ്ക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ഈ അമ്മയ്ക്ക് ആ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ള എക്സ് ക്രോമസോമിൽ നിന്നാണ്. അപ്പോൾ അത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു എക്സ് ക്രോമസോമും ഒരു വൈ ക്രോമസോമുമായിട്ട് നിൽക്കുന്നു. അത് ആ ഒരു പർട്ടിക്കുലർ ജീൻ എന്ന് പറയുന്നത് ഒരു എക്സ് ക്രോമസോമേ ഉള്ളൂ, അതിൻ്റെ അകത്തത് റെസസീവാണ്. ഇവിടെ ഈ പെൺകുട്ടികളെന്ന് പറയുമ്പോൾ അവർക്ക് ഒരു എക്സ് ക്രോമസോം റെസസീവ് ആയിട്ടുള്ളത് അസുഖമുള്ളതുണ്ട്. പക്ഷേ കൂടാതെ അച്ഛൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിരിക്കുന്ന നോർമൽ ആയിട്ടുള്ളൊരു എക്സ് ക്രോമസോമും ഉണ്ട് ഈ അച്ഛൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കേസിൽ അവർ സേഫാണ്. പക്ഷേ ഈ മെയിൽസ് എല്ലാം തന്നെ അഫക്റ്റഡ് ആണ് എന്നുള്ളതാണ്. അപ്പം ഈ രീതിയിലുള്ള പ്രോബ്ലംസ് കുറച്ചും കൂടെ ഡീപ്പായിട്ടൊക്കെ ചിന്തിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ആൻസർ കിട്ടും. അപ്പം നമുക്ക് ആകെ ഈ സിമ്പിൾസ് ഒക്കെ എന്താണ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഏറ്റവും സിമ്പിളായിട്ടുള്ള അധികം അങ്ങനെ സിമ്പിൾസിൻ്റെ കോംപ്ലിക്കേറ്റഡ് സിമ്പിൾസ് ഒന്നും വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. ബേസിക് ആയിട്ടുള്ള സിമ്പിൾസൊക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഹൈ ലെവൽ എക്സാംസിനൊക്കെ വരിക. അപ്പോൾ നിങ്ങൾ ഈ ഒരു കണ്ടീഷനിൽ ഈ പ്രോബ്ലത്തിനെ കുറിച്ച് ബോധർ ചെയ്യേണ്ട. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പെഡിഗ്രി അനാലിസിസിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.